പതിവുപോലെ ഇന്നും വണ്ടി വഴി കിടത്തി. എന്റെ കൂട്ടായി നീ മനുഷ്യരും മെനക്കെടുത്താതെ പോയി. ഇതിന് എത്ര വന്നാലും കാര്യമില്ല. വലിയ ലീക്ക് അതിനകത്തുള്ളത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും വെച്ചൊന്ന് ഒട്ടിച്ചതാ. തൽക്കാലം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്ത് വിധി വിശ്വസിച്ച് ഒട്ടിച്ചാലും ഇത് നിൽക്കാൻ പോകുന്നില്ല. നീ എപ്പോഴും കയ്യിൽ പെട്രോളായിട്ട് നടക്കുമോ നല്ലത്. അങ്ങനെ എങ്ങനെയോ വണ്ടി റെഡിയാക്കി ഞാൻ ഇറങ്ങി. എന്നാൽ അധികം എത്തുമ്പോ തന്നെ വണ്ടി വീണ്ടും നിന്നുപോയി. കോപ്പ്. അല്ലെങ്കിൽ ആവശ്യത്തിനൊരു കുപ്പി തുപ്പിയൊക്കെ കിട്ടൂല. ചേട്ടാ, ഒരു കാരിക്കുപ്പി കിട്ടുമോ? പെട്രോൾ മേടിക്കാനായിരുന്നു. കാരിക്കുപ്പിയൊന്നും ഇല്ലല്ലോ. അത്യാവശ്യമാണെങ്കിൽ മിഠായിയുടെ വലിയ ഡപ്പുണ്ട്, അത് മതിയോ? അപ്പോഴാണ് അവിടെ ലഡുവിൽ ഉണക്കുമതിരി കിട്ടാത്തതിനെ ചൊല്ലി കടക്കാരനും നടേശൻ എന്നൊരു വലിയ ഗുണ്ടാ നേതാവുമായിട്ട് അവിടെ വലിയൊരു തർക്കം നടന്നത്. തർക്കം മൂത്ത് ഒടുവിൽ അത് കൊലപാതകത്തിലാണ് അവസാനിച്ചത്. കൊലക്കേകതൊരു സാക്ഷി ഞാനും. ഇവിടെ നടന്നത് വെടയിൽ വേറെ ആരെങ്കിലും നിന്റെ വായി നിറഞ്ഞ നിന്നെ പുറത്തിരിക്കുന്ന നിന്റെ ആ ആക്രി വണ്ടിയിലിരുത്തി അൽഫാം അടിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയാലോ. ഇത് 2 കുപ്പിക്കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊല്ലുകാർ പറയും പോലെയല്ല. നടേശ കൊല്ലൂന്ന് പറഞ്ഞ കൊന്നിരിക്കും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊലപാതകം വലിയ വാർത്തയാവുകയും കേസ് നാട്ടിലും ചർച്ചയാവുകയും ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പോലീസ് എന്റെ അടുത്ത് മൊഴിയെടുക്കാൻ വന്നു. അപ്പൊ കുത്തായി, നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല സാർ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. സാക്ഷിയില്ലാതെ കേസ് എന്നെ വെറ്റാതെയാവുകയും അങ്ങനെ സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. വളരെ സ്മാർട്ടും ബുദ്ധിമാനുമായ SP സാമറക്സ് ആയിരുന്നു കേസിന്റെ ഇൻചാർജ്. ചാർജ് എടുത്ത ആദ്യ ദിവസം തന്നെ അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. കുത്തായി, താൻ അത് രണ്ടുമെന്ന് എനിക്കും അറിയാം, തനിക്കും അറിയാം. നമുക്ക് സമൂഹത്തിലൊരു പ്രതിബദ്ധതയില്ലേ? ഇതുപോലുള്ളവർക്കെതിരെ നമ്മൾ ചെറുപ്പക്കാർ വേണ്ട ശബ്ദം ഉയർത്താൻ. അങ്ങനെ ഒരു SP സാറിന്റെ കൺവിൻസിംഗിൽ ഞാൻ വീണു. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. നിങ്ങൾക്ക് ഉറപ്പാണോ ഈ നിൽക്കുന്ന നടേശൻ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന്? ദാ, അതെ, എനിക്ക് ഉറപ്പാ. ഇവൻ തന്നെയാ ചെയ്തത്. അവൻ കള്ളും പുറത്ത് കാണിച്ചു കൂട്ടി അപരാധമാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറയാനാവും? നടേശൻ മദ്യലഹരിയിലായിരുന്നുവെന്ന്. കൊലയ്ക്ക് ശേഷം മൂപ്പരെന്തോ 2 കുപ്പി കള്ളിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ദാ, തീർന്നു. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ നടേശൻ തന്നെയാണ് കൊല ചെയ്തിരിക്കുന്നതെന്ന് കോടതിക്ക് വ്യക്തമായിരിക്കുന്നു. ആയതിനാൽ നടേശൻ 12 വർഷം കഠിന ഈ കോടതി വിധിക്കുന്നു. താങ്ക്സ് കുട്ടായി. കുട്ടായില്ലായിരുന്നെങ്കിൽ ഈ കേസ് എന്നും എത്തില്ലായിരുന്നു. അല്ല സാർ, ഒരു ഡൗട്ട്. പേടിച്ചിട്ടൊന്നുമല്ല. 12 വർഷം കഴിഞ്ഞ് ഇവൻ വെളിയിൽ ഇറങ്ങുമ്പോ ഇവൻ പ്രതികാരം ചെയ്യാൻ വരില്ലേ? അതിനൊക്കെയല്ലേ കുട്ടായി നമ്മളൊക്കെ ഇവിടെ ഉള്ളത്. തനിക്ക് എന്ത് ആവശ്യമുണ്ട് എടുത്താൻ വിളിച്ചാൽ മതി. ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കൂടെ കാണും. ഹാവോ, ഒരു നൻപപ്പുറത്ത് ചെയ്തപ്പം മനസ്സിനൊക്കെ എന്താ സുഖം. നാളെ തൊട്ട് ഡെയിലി ഓരോന്ന് പിടിക്കണം. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ പറയാതെ നടേശൻ ജയിൽ ചാടി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ലഡുവിൽ ഉണക്കമന്ത്രിയില്ലാത്തതിന്റെ പേരിൽ ബേക്കറി ജോലിക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ നടേശൻ 12 വർഷത്തെ കഠിന തടവിന് വിധേയനായത്. സുഭാഷ് ചന്ദ്രബോസ് ഉറപ്പായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയായിരിക്കും വട്ടറ്റ വരവ്. എന്റെ ആറ്റുകാർ ഭാസ്കര. ഹലോ, യെസ്, SP സാമലക്സ്. ഓർമ്മേണ്ടതാണ് എനിക്ക് ശബ്ദം. ആരാ സംസാരിക്കുന്നത്? ഞാനാണ് നടേശൻ. കടന്ന് ചിലക്കാതടാ. 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ പറയുന്നിടത്ത് നീ വരണം. ഇല്ലേക്ക് നിന്റെ തള്ളു വെച്ച് എനിക്കെതിരെ സാക്ഷി പറഞ്ഞ കുത്തായി പിന്നെ പുറലോകം താണ്ടടാ. എവിടെയാണ് ഞാൻ പറയേണ്ടത്? നീ അവനെയൊന്നും ചെയ്യരുത്. തായുടെ വീട്. ഓർമ്മേണ്ടുള്ള 30 മിനിറ്റ് മാത്രമേ നിനക്ക് സമയമുള്ളൂ. കഴിഞ്ഞാണ് നിവേദനയ്ക്ക് 2 ചാക്കായിട്ട് വന്നാൽ മതി. അവന്റെ ചാരം മാറിക്കൊണ്ടുപോയി. അറിയാൻ ആരെ പറയുന്നേന്ന്? ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ. ഹലോ ടെൻഡ് കട്ട് ചെയ്തു. നടേട്ടാ, ആ കിഴങ്ങ് വന്ന് ഓരോന്ന് പോലെ ചാർജ് ആക്കിയപ്പോൾ കുറച്ച് ഓവർഫ്ലോ ആയതാ. എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി വന്ന് മൊഴി മാറ്റാം. വായടക്കടാ. കേറി വരടാ SP സാർ. എത്തിയോടാ മോനെ നടേശ. നിന്റെ നടുവിന്റെ വെള്ളമായത് തന്നെ. നടേശ, നീ അവനൊന്നും ചെയ്യരുത്. നിനക്ക് ഉണക്കമന്ത്രിയുള്ള 10 ലഡു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം നീ എടുത്തു. തനിക്ക് ബുദ്ധിയുണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണോ വിചാരിക്കരുത്? ലഡു തന്ന് മയക്കി കിടത്തിയവനെ രക്ഷിച്ചോണ്ട് പോകാനായിരിക്കല്ലേ? അല്ല നടേശ, നിനക്ക് ലഡു വേണ്ടെങ്കിൽ വേണ്ട. വേറെ എന്താ വേണ്ടെന്ന് പറ പ്ലീസോ. എവിടെ പോയാലോ തന്റെ കൺവിൻസിങ് തോന്നല്ല. എന്തെങ്കിലും പറഞ്ഞ് ഇവനെ ഒന്ന് പിന്തിരിപ്പിക്കുക. എനിക്ക് ഇവന്റെ ജീവൻ മാത്രം മതി. അതെന്റെ കൈ കിടന്ന് പെടയുന്നത് നീ കാണണം. നടേറ്റ വേറെ എന്തൊക്കെ വിനോദങ്ങൾ നീയാക്ക് പറയാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോക്ക് ഉപയോഗിക്കേണ്ടി വരും. എനിക്കറിയാം താൻ ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഗ്യാസ് കണക്ഷൻ ഊരിട്ടേക്കുക. താൻ തോക്കെടുത്താ നമ്മളെല്ലാം കത്തിച്ചാമ്പലാവും. ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി താൻ സ്വയം ജീവൻ വരെ കൊടുക്കും മാത്രം മൊമ്മയാണോ? നടേശ, അരുത്, വേണ്ട. 3 വരെ ഞാൻ എണ്ണു. ഓരോ എണ്ണത്തിലും നിന്റെ ചങ്കെടുപ്പ് എനിക്ക് ഇവിടെ കേൾക്കണം. 1, 2. നീ എപ്പോഴും കയ്യിൽ പെട്രോളായിട്ട് നടക്കുമോ നല്ലത്? അത്യാവശ്യമാണെങ്കിൽ മിഠായിയുടെ വലിയ ഡപ്പുണ്ട്, അത് മതിയോ? ഡോ എഴുന്നേക്ക്. എന്താണ്ടായേ? നമ്മളിപ്പോ എവിടാ? ഞാൻ ചത്തോ? എന്റെ സാറേ, നമ്മളിപ്പോ എന്റെ വീട്ടിൽ തന്നെയാ. അപ്പോ നമ്മള് ചത്തില്ലേ? ഇല്ലെന്നേ. അവനത് നടേശൻ ദേ കിടക്കണു. അല്ല, ഇപ്പൊ എന്താ വീട് പൊട്ടിത്തെറിക്കാത്തെ?
എന്താ സാർ എന്തെങ്കിലും പൊട്ടനാണോ? എന്റെ ഈ വീടിന്റെ സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഗ്യാസ് കുത്തിച്ചാൽ ഞാൻ കഞ്ഞി കുടിക്കുന്നതെന്ന്. അപ്പൊ ഈ മുന്തിരി കൊണ്ട് പറഞ്ഞതോ കുറ്റിയിരിപ്പുണ്ട്, അതിലെ ഗ്യാസ് തീർന്നിട്ട് വർഷങ്ങളായി. എന്നാ പിന്നെ നിനക്ക് കുറച്ച് നേരത്തെ പറഞ്ഞോടാ കുത്തായി. അതിന് ഞാനറിയാം നിങ്ങളെടുത്തിയായിട്ട് ജിത്തു ജോസഫ് കളിക്കുന്നത്. ആരെങ്കിലും പെട്രോൾ എടുത്ത് ഇമാതിരി കുപ്പിയിൽ വെക്കോളാ? അതൊരു വലിയ കഥയെ പറ്റിപ്പോയി. അല്ല തന്നെ ആരാ പോലീസിലെടുത്ത്? പെട്രോളിന്റെ കളർ കണ്ടാൽ മനസ്സിലാവാത്ത കിഴങ്ങൻ. ഞാനോർത്തുന്ന കരിഞ്ഞാരി വെള്ളം തിളപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. കരിഞ്ഞാരി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അതേ ചോട്ടാപ്പിയും ചത്തിട്ടില്ല. ഏതായാലും ഉണ്ട വേസ്റ്റ് ആയില്ല. ഇതാ കിടക്കുന്നത് കണ്ടാ നടേശ തീർന്നു. 1 ഷോട്ട്, സിംഗിൾ ഷോട്ട്. സാംഷുണ്ട നിങ്ങളെ വെടികൊണ്ട് കിടക്കുന്നതല്ല. കുപ്പി പൊട്ടി തെറിച്ച് പുരിച്ചികള് തെറിച്ച് നിങ്ങളുടെ മുഖം മുറിഞ്ഞു. ആ ചോര കൊണ്ട് ബോധം പോയതാ. ഇവിടെ കിടന്ന താളം വിടാതെ സ്റ്റേഷനിലോട്ട് വിളിക്കേ. അങ്ങനെ നടേശൻ വീട്ടുമകത്തായി. ജയിൽ ചാടിയ തടവുപുള്ളിയെ പിടിക്കാൻ സഹായിച്ചതിന് സർക്കാർ എനിക്ക് 10 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. നടേശന് ജയിൽ ചാടലും സാംസാറിനെയും എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതും എല്ലാം കൂടി ആയപ്പോൾ നേരത്തെ കിട്ടിയ 12 വർഷം കൂടാതെ മറ്റൊരു 12 വർഷവും കൂടെ കൂട്ടി ആകെ മൊത്തം 24 വർഷം അകത്തിറങ്ങാൻ വകുപ്പായി. നടേശൻ വെറും 12 വർഷം അകത്തുകൾ തേടിയിരുന്ന് നിങ്ങൾ കിടപ്പ് കാണിച്ച് പുറത്തു ചാടി ഇപ്പോൾ 24 വർഷമാക്കി അടിച്ചു കിട്ടി അടഞ്ഞു നാറിയിരിക്കുകയാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതികരണം? നടേശ കൊല്ലുമെന്ന് പറഞ്ഞാ കൊന്നിരിക്കും. നടേശൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കളെ തന്റെ കൊച്ചിയിൽ അച്ചുവീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നു, സെൻട്രൽ ജയിലിലോട്ടാണ്. അവിടെ ഇരുന്ന് എങ്ങനെ പണ്ടുവെന്നാണ് നിങ്ങൾ പറയുന്നത്? നടേശൻ കൊല്ലുവെന്നേ പറഞ്ഞിട്ടുള്ളൂ. നടേശൻ തന്നെ കൊല്ലുവെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? 10 ലക്ഷം അക്കൗണ്ടിൽ കയറിയ ഉടനെ തന്നെ ഞാൻ പൊട്ടിത്തെറിയിൽ നശിച്ചുപോയ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതു. വണ്ടി വിറ്റിട്ട് വേറെ കാരണം മേടിക്കണമെന്ന് ആദ്യം തീരുമാനിച്ചെങ്കിലും എന്റെ ഈ ഐശ്വര്യങ്ങൾക്ക് കാരണം ഇവനാണല്ലോ എന്നോർത്തപ്പോ വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് വിൽക്കാതെ ഒന്നുകൂടി നന്നാക്കി പൊടി തട്ടിയെടുക്കാമെന്ന് കരുതി. എടാ ഭായി, വണ്ടിയൊന്ന് നോക്കിയേ. എന്താ കുട്ടായി, പൈസ വൈകിരിക്കൂല്ലേ? വേറെ ഒന്ന് നോക്കിക്കൂടെ? ഇവനാ എന്റെ ഐശ്വര്യങ്ങളുടെ കാരണം. ഇവനെ ഞാൻ ഉടനെ ഒന്നും വിടുന്നില്ല. ഇത് പോരാ പോയി ചേട്ടാ. ഇത് പൊള്ളിക്കാൻ കൊടുക്കോ നല്ലത്. ഞാൻ മേടിച്ചോളാം ചേട്ടാ. അതവൻ പൊള്ളിക്കോ കറി വെക്കോ എന്തൊന്നു വെച്ചാൽ ചെയ്തോളൂ. നീ പറഞ്ഞു പണിയെടുക്ക്. ആരേത്? പുതിയ പയ്യനാ, പണി പിടിക്കാമാവാ. ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. നാട്ടിലേക്കുള്ള ഇപ്പൊ എനിക്ക് ഭയങ്കര വിലയാ. നടേശനടുത്തിട്ടത്തിൽ നാട്ടുകാർ എനിക്ക് ധീരതയ്ക്കുള്ളൊരു സ്വീകരണമൊക്കെ തന്നു. നടേശന്റെ മരണത്തിന്റെ തണുപ്പുള്ള കത്തിയന്റെ കഴുത്തിൽ അമർന്നപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്നെ കുറിച്ചായിരുന്നില്ല. എന്റെ മുന്നിൽ പതിൽ തൂരുമെഴുകി നിന്നിരുന്ന സാറിനെ കുറിച്ചായിരുന്നു. സാറിനോട് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, സാർ എന്റെ മേൽ വീഴുന്ന ഈ കത്തിമുനയല്ല, മറിച്ച് സാറിന്റെ കയ്യിലിരിക്കുന്ന തോക്കിലെ ഉണ്ടകളാണ് ഈ നാടിന് ആവശ്യം. എന്നെ വിട്ടേക്കൂ സാർ, നിങ്ങൾ സേഫായിരിക്കൂ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. എന്നെ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കമ്മിലെ തീഷ്ണത കണ്ടിട്ടായിരിക്കണം കുട്ടായി ബായ് എന്നുള്ള നടേശന്റെ വിളി ഇപ്പോഴും എന്റെ കാതുകളിൽ മന്ത്രിക്കുന്നു. നാട്ടിൽ ഞാനൊരു സെൻസേഷൻ ആയതുകൊണ്ടും ഓൾറെഡി എനിക്ക് എതിരെ ഒരു അക്രമം വന്നതുകൊണ്ടും സർക്കാർ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലൊരു തരംഗമായി മാറിക്കൊണ്ടിരുന്നു. എന്തൊരു ശല്യ! പതുക്കെ പറയണ, പുള്ളി എഴുന്നേക്കും. എഴുന്നേക്കട്ടെ. ആന തരുവലിക്കും പോലെ ഊർക്കം വലിക്കുന്നേ. ആരാ ഇത്? എന്താ കേസ്? പുള്ളിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നടേശൻ. പണ്ട് കൊച്ചിയിൽ വന്നിട്ട് നടേശന്റെ ആളാന്ന് പറഞ്ഞ ഏതവന്റെ കിടുങ്ങാമണി വരയ്ക്കുമായിരുന്നു. ഇപ്പൊ മണി തുരിപ്പിച്ചു പോയിട്ടോ, വരയ്ക്കാറില്ല. ഇടുക്കേഴ്സിന് ശേഷം പുള്ളിയുടെ മാർക്കറ്റ് ഇടിഞ്ഞു പോയില്ലേ? ഇവിടെ കുട്ടായുടെ കേസേ ഇപ്പൊ ബി നടേശൻ എന്നറിയപ്പെടുന്നേ. ഒന്ന് പതുക്കെ പറയടാ. നടേശ, എനിക്കൊരു വിസിറ്റ് ഉണ്ട്. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഞാൻ മേടിച്ചോളാം ചേട്ടാ. എന്തെങ്കിലും ഒരു പണി തരണം ചേട്ടാ. ഇവിടെ പണിയൊന്നുമില്ല. പൊക്കെ ശമ്പളം വേണ്ട ചേട്ടാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഭക്ഷണവും വേണ്ട ചേട്ടാ. എന്നാൽ എന്റെ അമ്മൻ ഈ ഗതി വന്നല്ലോ. അമ്മൻ അറിയോ, സിഗ്മ മെയിലായിരുന്ന അമ്മനെ ഇപ്പൊ നാട്ടിലെ ഏറ്റവും വലിയ പൂക്കി. നിർത്തണ. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്താ? അണ്ണൻ പറഞ്ഞതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ കയറി. ആർക്കും ഡൗട്ട് പോകുന്നുണ്ടെന്ന് കരുതിയൊരു നോർത്തിന്റെ ബായിയായിട്ട് ഞാൻ അഭിനയിക്കുകയാണ്. പണിയെടുത്തിന്റെ മറ്റല്ല റബ്ബറായി. അവൻ വണ്ടിയായിട്ട് വന്നോ? ഇന്നലെ അണ്ണൻ വണ്ടി പൊക്കളെന്ന് പറഞ്ഞപ്പോ ഞാനോടത്തെന്തോ റയറായിട്ടായിരിക്കുന്ന. ഇതിപ്പോ എന്തോന്ന് ആക്രമിക്ക് പോലും വേണ്ടാത്തൊരു സാധനം. ഞാൻ ആദ്യം തൊട്ട് ചോദിക്കുന്നത്, അണ്ണൻ എന്താ ഈ തുരുമ്പിച്ചിരുമ്പ് കഷ്ണം? അത് ഞാൻ പറയാം. നീ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ചെയ്യ്. വണ്ടി എങ്ങനെയാണ് കഴിക്കലാകുക? മാതാപതി ആവില്ല റിസ്ക. അണ്ണൻ കാര്യം പറ. അണ്ണനെ വീട്ടിൽ നിന്ന് ഡയലോഗ് അടിച്ചാൽ മതി. പഴയതുപോലൊന്നുമല്ല കാര്യങ്ങൾ.
കോടതി കുറ്റത്തോടെ നിങ്ങൾ താളം വിട്ടില്ലേ അതിൽ പിന്നെ അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എടാ വണ്ടിക്കകത്തൊരു സാധനമുണ്ട്. എന്തോന്ന് തുരുമ്പെള്ളാതെ അതിനകത്തൊരു സാധനമില്ല. പെട്രോൾ ഒഴിച്ച് അതുപോലും നിൽക്കില്ല. നീ തോക്കി കയറി വെടിവെക്കല്ലേ, ഞാൻ പറയണത് കേൾക്ക്. അന്ന് ഞാൻ ആ ബേക്കറിയിൽ വെറുതെ പോയതല്ല. വലിയൊരു ചരക്കുമായി വരുന്ന വഴിയിൽ ആ പോലീസിക്കിങ് കണ്ടത്. അവരുടെ മുന്നിപ്പെടണ്ടെന്ന് കരുതി അവിടെ കയറിയപ്പോഴാണ് ഈ കൺവെറുള്ള വണ്ടി അവിടെ ഇരിക്കുന്ന കണ്ടത്. അതിന്റെ കോലം കണ്ട വണ്ടി ഓടുന്നത് പോയിട്ട് സ്റ്റാൻഡിൽ നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. ആരും ഉപയോഗിക്കാതെ കിടക്കുന്നതാണെന്ന് കരുതി ഞാൻ സാധനം അതിന്റെ പെട്രോൾ ടാങ്കിൽ ഇട്ടു. അപ്പോഴാണ് ഇവൻ കുപ്പി ചോദിച്ചു വരുന്നത് കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന്റെ വണ്ടിയാണ്. എന്തായിരുന്നു ചരക്ക്? വജ്രം, 2.5 കോടിയുടെ വജ്രം. 2 കോടിയോ? പതുക്കെ പറയണ പന്നി. ഇത്രയും വരെയുള്ള സാധനമായിട്ട് പോകുമ്പോഴാണ് മഹാബാബി തന്റെ ലഡുക്കറിയും മുന്തിരി കിടപ്പും. അതെന്റെ ഓറയൊന്നും മങ്ങിയപ്പോ പറ്റിപ്പോയി. വല്ലാത്ത മറ്റുള്ളായി പോയി. നീ അത് വിട്, എങ്ങനെയെങ്കിലും വണ്ടി കൈക്കലാകാൻ നോക്ക്. ഇനി ഞാൻ ഏറ്റു വന്നാ എന്താ നിന്റെ പ്ലാൻ? ഇന്ന് നോയറല്ലേ? അപ്പോ അതെ സമയം കഴിഞ്ഞു. എങ്ങനെ? ഒന്നുമില്ല, സമയം എന്താന്ന് ചോദിച്ചതാ. നീ പറ. അല്ല ഇന്ന് ന്യൂ ഇയർ അല്ലേ, എല്ലാവരും അതിന്റെ പരിപാടിയിലായിരിക്കും. ഇന്ന് അവന് പോലീസ് കാവലും ഉണ്ടാവില്ല. ഇന്ന് രാത്രി ഞാൻ അവന്റെ വീട്ടിൽ കയറി അതടിച്ചു മാറ്റും. സൂക്ഷിക്കണം. അമ്മൻ ധൈര്യമായിട്ടിരിക്കാമ്മ. അണ്ണൻ ഇനി ഒരു കസേര ഇട്ടിരുന്ന് കളി കണ്ടാ മതി. 2026 അത് നമുക്കുള്ളതാ. ഭാഗ്യം ആരുമില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ സെപ്റ്റിക്കായിട്ടാവും ചാവുന്നത്. നശിച്ച പിള്ളേര് ഒക്കെ എണ്ണത്തിനെ പിടിച്ച് എരിവാണത്തെ കെട്ടിവിടണം. എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? എന്റെ വണ്ടി കാസ് പണം ദുട്ട് മനെ കാസ്. ഇതെന്താ കാലി തട്ടുന്നേ? എന്ത് അമ്മൻ ധൈര്യമായിട്ടിരിക്കാമ്മ. അണ്ണൻ ഇനി ഒരു കസേര ഇട്ടിരുന്ന് കളി കണ്ടാ മതി. 2026 അത് നമുക്കുള്ളതാ. കള്ള ബുണ്ട.